സിനി ഫയൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ജയസൂര്യയുടെ അപ്ഡേറ്റ് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊന്ന് രാവിലെ 10 മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കത്തനാറിൻ്റെ പാർട്ട് 1 ദ വൈൽഡ് സോസർ, അതിൻ്റെ ഫസ്റ്റ് ലുക്ക് നല്ലൊരു അത്യാവശ്യം കിടിലം ക്വാളിറ്റിയുള്ള ഫസ്റ്റ് ലുക്കാണ്. നമ്മുടെ പ്രൊഡ്യൂസർ എന്തായാലും ഗോകുലം അത്യാവശ്യം ക്വാളിറ്റിയുള്ള പടങ്ങൾ തന്നെ ആയിരിക്കും മിക്കവാറും. പിന്നെ ജയസൂര്യ അത്യാവശ്യം, കാരണം ഇപ്പോൾ കുറേ നാളായി ജയസൂര്യയുടെ പടം വന്നിട്ട്. അപ്പോൾ അതിലേറ്റവും മികച്ചത് പുള്ളി ട്രൈ ഔട്ട് ചെയ്യണ ഒരു സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റും സെക്കൻഡും അവർ ഒരുമിച്ച് എടുക്കേണ്ടതാണ് കേട്ടത്. അപ്പോൾ ആദ്യത്തെ സിനിമ ഇറങ്ങാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് നല്ല അടിപൊളിയായുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ആട് 3നെ പറ്റിയാണ്. ആട് 3 എല്ലാവരും പ്രതീക്ഷിച്ച പോലെ ഒരു ഫ്യൂച്ചറിക് പടം, അല്ലെങ്കിൽ നമ്മുടെ ടൈം ട്രാവൽ പടം എന്ന് പറയാൻ കണ്ടു. അപ്പോൾ അവരൊരു പോസ്റ്റർ ഇറക്കിയുണ്ട്. അപ്പോൾ സിനിമ മാർച്ച് 19 തീയതിയാണ് ഇറങ്ങണത്. ക്രിസ്മസ് എന്ന് അവർ പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു ഡേറ്റ് മാറ്റി. അപ്പോൾ മാർച്ച് 19 തീയതിയാണ് സിനിമ ഇറങ്ങണത്. അപ്പോൾ ഈ കാണുന്ന ഒരു പോസ്റ്ററാണ് അവർ പങ്കുവെച്ചത്. അതിൽ നമ്മുടെ ആട് ഇപ്പോഴത്തെ പ്രസൻറ്റും പിന്നെ അവരുടെ പഴയ കാലത്തും അവരുടെ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ വിട്ടാണ് പഴയ കാലത്തിൻ്റെ ലീക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്യൂച്ചറിക്കും. അപ്പം പടം എന്തായാലും ഒരു അടിപൊളി ടൈം ട്രാവൽ പടം തന്നെ ആവട്ടെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മാർച്ച് 19 കാണാം. ഇനി അതിൻ്റെ അപ്ഡേറ്റ് ആയിരിക്കും മൊത്തത്തിൽ. അപ്പോൾ നമ്മുടെ പാപ്പനും പിള്ളേരും കൊടിയേറി. ഇനി അടുത്ത സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ടോവിനോയുടെ സിനിമയാണ് പള്ളിച്ചട്ടമ്പി. അപ്പോൾ സിനിമയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് പള്ളിച്ചട്ടമ്പി ഷെഡ്യൂൾ ബാക്കായി 5th അതിൻ്റെ 50ാമത്തെ ഡേ കഴിഞ്ഞു. നമ്മുടെ ഡിജോ ജോസ് ആൻ്റണിയാണ് നമ്മുടെ ജനഗണമന അങ്ങനത്തെ സൂപ്പർ ഹിറ്റ് സിനിമകൾ എടുത്താണ്. അപ്പോൾ എന്തായാലും പ്രതീക്ഷയുള്ള പടം തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസും എല്ലാം വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.